വെൽക്കം ടു സഹോബക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് അപ്രൂവൽ സെറ്റപ്പ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ബില്ല് എൻ്റർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നാണ്. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ അപ്രൂവൽസ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെയിൽസ് അപ്രൂവലാണ്, സെക്കൻഡ് വണ്ണാണ് പർച്ചേസ് അപ്രൂവൽ. ആ ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇനേബിൾ പർച്ചേസ് അപ്രൂവൽ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഡോൺ കോൺഫിഗർ പർച്ചേസ് അപ്രൂവൽ എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ യൂസേഴ്സിനെയും നമുക്ക് ഓൾ അപ്രൂവർ ക്യാൻ അപ്രൂവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന അപ്രൂവേഴ്സിനെല്ലാം അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലെവൽ അപ്രൂവൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 1 ആരാണ്, ലെവൽ 2 ആരാണെന്നുള്ള ആ ഒരു ഇത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് അപ്രൂവൽ പോകും. ഫസ്റ്റ് യൂസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെക്കൻഡ് യൂസറിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അതിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അപ്രൂവറിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൽ കിട്ടണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്ററിന് മെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിഫറൻസിൽ ഈ 2 ടിക്കറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് POയും ബിൽസ് എല്ലാം നമുക്ക് അപ്രൂവലിന് വേണ്ടി സെൻഡ് ചെയ്ത് അപ്രൂവ് ചെയ്ത് വരുന്ന ഓപ്ഷനാണ് നമ്മളിപ്പം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.